Hello, welcome back. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കനും ഗീ റൈസും ആണ്. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ആദ്യം തന്നെ കടായി ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ പച്ചമല്ലിയും 1 സ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ ചെറിയ ജീരകം, 1 പീസ് പട്ട, 4 ഏലക്ക, 6-7 ഗ്രാമ്പു ഇവ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കടായി ചിക്കനിലേക്കുള്ള സ്പെഷ്യൽ മസാലക്കൂട്ടാണിത്. ഇങ്ങനെ കൂടുതൽ റെഡിയാക്കി വെച്ച് സ്റ്റോർ ചെയ്യാം. ഇനി കടായി വെക്കാനുള്ളൊരു പാത്രം റെഡിയാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 4 മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഉള്ളിയും സോഫ്റ്റായി വഴന്ന് വരാൻ വേണ്ടി 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല വഴറ്റി പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെഡിയായതിന് ശേഷം ലാസ്റ്റ് 1 സ്പൂൺ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. മസാലക്കൂട്ടിലും മല്ലി വറുത്ത് പൊടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി മസാലകളെല്ലാം വഴറ്റി പച്ചമണം മാറി വരുന്ന ടൈമിൽ അതിലേക്ക് അരമണിക്കൂർ മുന്നേ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഫുഡ് കളറും കൂടിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇത് ചേർത്ത് കൊടുത്ത് മസാലയും ചിക്കനും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 20 to 25 മിനിറ്റോളം ടൈം ഒഴിക്കും ഇത് കുക്കായി കിട്ടാൻ. വീണ്ടും ഒന്നുകൂടിയും തുറന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു ക്യാപ്സിക്കം, വലിയൊരു സവാളയും കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ച മസാലയുടെ ബാക്കിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കാഷ്യൂ അരച്ചത് ചേർത്ത് കൊടുക്കാം. 10 കാഷ്യൂ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയും നല്ലൊരു ടേസ്റ്റും കിട്ടും കാഷ്യൂ അരച്ചത് ചേർത്ത് കൊടുത്താൽ. ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഗീ റൈസ് ഉണ്ടാക്കാനായി ഒരു പാത്രത്തിലേക്ക് അരിയുടെ ഡബിൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു സ്പൂൺ മിൽമ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പുതിനയിലും ഒരു സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് തിളക്കാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2-3 കഷ്ണം പട്ട, 4-5 ഏലക്ക, 6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് റൈസ് വേവിക്കാം. തിളക്കണ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടും 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. റൈസ് കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാം. ദം ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. ഒരു പാനിലേക്ക് 1 സ്പൂൺ ഗീ ചേർത്ത് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കാഷ്യൂം 1/4 കപ്പ് കിസ്മസും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഇത് റൈസിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോപ്പ് ചെയ്ത ക്യാരറ്റും കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും വറുത്തെടുത്ത കാഷ്യൂം കിസ്മിസും ആ നെയ്യും കൂടെ ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഇനി അതിലേക്കുള്ള സലാഡ് റെഡിയാക്കാം. അതിനായി ചോപ്പ് ചെയ്ത 2 സവാളയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത ക്യാരറ്റ്, 1 സ്പൂൺ മല്ലിയില, 1 പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓരോ റൈസും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കടായി ചിക്കനും സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് കടായി ചിക്കൻ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.